ഇപ്പോൾ വരുന്ന സുപ്രധാനമായിട്ടുള്ള വാർത്ത ഒക്ടോബർ 27 നമ്മുടെ രാജ്യത്ത് ഒരു വലിയ ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. മഹാരാഷ്ട്ര ആൻറ്റി ടെററിസം സ്ക്വാഡ് ATS ആണ് തീവ്രവാദ ബന്ധമുള്ളതിൻ്റെ പേരിൽ പൂനെ ആസ്ഥാനമായിട്ടുള്ള 35-കാരനായിട്ടുള്ള IT പ്രൊഫഷണലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ IT പ്രൊഫഷണലുകളുമായിട്ട് ബന്ധപ്പെട്ട് ഈ സംഭവം നടക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇത്തരത്തിലുള്ള ആൾക്കാർ ഒരുപാട് ഈ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ATSൻ്റെ വിലയിരുത്തൽ മഹാരാഷ്ട്രയിലെ. ഇപ്പോൾ പ്രതി പൂനെയിലെ കോധ്വ സ്വദേശിയായിട്ടുള്ള സുബൈർ ഹാങ്കർ ഗേക്കർ എന്നായിരുന്നു ഈ പ്രതിയുടെ പേര്. ഇയാളെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി, ഇതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ ഈ ATSന് മനസ്സിലാകുന്നത്. ഭീകര സംഘടനയായ അൽ ഖ്വയ്ദയുടെ സാഹിത്യം ഇയാൾ കൈവശം വച്ചുവെന്ന കുറ്റത്തിനാണ് ഇയാൾ അറസ്റ്റിലായത്. ഒരു ചടങ്ങിന് ശേഷം ഇരുവരും ചെന്നൈയിൽ നിന്ന് മടങ്ങിയതിന് തൊട്ടു പിന്നാലെ പൂനെ ട്രെയിൻ സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനായി ഇയാളെ സുഹൃത്തുക്കളെയും അറസ്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ അൽ ഖ്വയ്ദയുടെ ആ ഒരു സാഹിത്യം മാത്രമല്ല, ഇയാൾക്ക് ആ സംഘടനയുടെ പല ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട് എന്ന് പോലീസ് കണ്ടെത്തി. പോരാത്തതിന് പല തരത്തിലുള്ള വീഡിയോകൾ, തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ ഇയാളുടെ ഭാഗത്തു നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം UAPA പ്രകാരം സുബൈറിനെതിരെ ഒരു പ്രഥമ വിവര റിപ്പോർട്ട് FIR സമർപ്പിച്ചിട്ടുണ്ട്. സത്താറ കവർച്ച, ഭീകരവാദ ധനസഹായ കേസ് എന്നിവയെക്കുറിച്ചുള്ള അന്വേഷണത്തിലൂടെ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ 9 ATS അദ്ദേഹം ഉൾപ്പെടെ 19 പ്രതികളുടെ വീടുകളിലും ജോലി സ്ഥലങ്ങളിലും റെയ്ഡ് നടത്തിയതായി ATS വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഓപ്പറേഷനിൽ ലാപ്ടോപ്പ്, ഹാർഡ് ഡ്രൈവുകൾ, സെൽഫോണുകൾ, രേഖകൾ, പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. ഒക്ടോബർ 9 പുലർച്ചെ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത 19 ലാപ്ടോപ്പുകളിൽ ഹങ്കർ ഗേക്കറുടെ ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്ത അൽ ഖ്വയ്ദ സാഹിത്യങ്ങൾ കണ്ടെത്തിയതിനാലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി ടൈംസ് ഓഫ് ഇന്ത്യ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്, കുറ്റകൃത്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ ഉൾപ്പെടെ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സംശയാസ്പദമായ വസ്തുക്കൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ സൂക്ഷിക്കുന്നത് കുറ്റകൃത്യമാണ് എന്നുള്ളതാണ്. ഒക്ടോബർ 9 നഗരത്തിലുടനീളമുള്ള വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 19 ലാപ്ടോപ്പുകൾക്ക് പുറമെ 40 സെൽഫോണുകളും ATS പിടിച്ചെടുത്തു. ഈ ഉപകരണങ്ങൾ ഡിജിറ്റൽ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അൽ ഖ്വയ്ദ അംഗങ്ങളുമായി ഹങ്കാർ ഗേക്കർ അയാൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക വിവരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.